ഹലോ ഫ്രണ്ട്സ്, പിക്കാർട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ഫാബ്രിക് പ്രിന്റിംഗ് ആണ് ചെയ്യാൻ പോവുക. എല്ലാവർക്കും ഈസി ആയിട്ടും വളരെ ചെലവ് കുറഞ്ഞും സ്വയം ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മളിവിടെ കോട്ടന്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതുപോലെ വിനാഗിരി എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പിലേക്ക് ഒരു കപ്പ് വിനാഗിരി ഒഴിക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഒരു കപ്പ് വിനാഗിരി, അതിന്റെ കൂട്ടത്തില് 3 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തുണി ഒന്ന് നന്നായിട്ട് മുക്കി വെക്കാം. നമ്മളിതിവിടെ മുക്കി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ച തുണി നമുക്ക് നന്നായിട്ടൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. അപ്പോ നമ്മളിതാ നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ ഈ നിവൃത്തി വെച്ചിരിക്കുന്ന തുണിയിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തിരിച്ച് മടക്കിയെടുക്കാം. നമ്മളിവിടെ ചെറിയൊരു പൈപ്പിന്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനുള്ളിൽ വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഈ നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് വേണം കെട്ടാനായിട്ട്. നമ്മളിതാ ഇതുപോലത്തെ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കെട്ടിവെച്ച ഈ റോള് ഇതിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 3 മണിക്കൂറായി നമ്മുടെ തുണി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് പുറത്തെടുത്ത് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബണ്ടിൽ ഇവിടെ ഏകദേശമൊക്കെ തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇനി ഇത് നമുക്ക് സാധാരണ വെള്ളത്തിലൊന്നിട്ട് കഴുകി ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ആൻഡ് ഫാബ്രിക്കിന്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.